ത്വായിഫ്, ഈ സ്ഥലത്തിന് ഇങ്ങനെ ഒരു പേര് വരാൻ തന്നെ ഒരു കാരണം ചരിത്രങ്ങളിൽ കാണാം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ് ഹാജറ ബീവിയെയും ഇസ്മായിലാകുന്ന പൈതലിനെയും കൊണ്ടുവന്നാക്കിയപ്പോ റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി സീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. ഒരു കൃഷിയും ഒരു പച്ചപ്പും ഒരു മരങ്ങളും പഴവർഗ്ഗങ്ങളൊന്നും ഇല്ലാത്ത ഈ പ്രദേശത്താണ് എന്റെ ഭാര്യയെയും കുട്ടിയെയൊക്കെ ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ആക്കി പോയിട്ടുള്ളത്. ഇവിടത്തേക്ക് നീ പഴങ്ങൾ എത്തിച്ചു കൊടുക്കണേ. വർസുഖുഹും മിനസ് സമറാത്തി എന്ന ആ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്. അല്ലാഹുവേ, എന്റെ ഈ കുട്ടികൾക്കും കുടുംബത്തിനൊക്കെ നല്ല പഴവർഗ്ഗങ്ങളും മറ്റൊക്കെ എത്തിച്ചു കൊടുക്കണേ എന്ന ആയത്ത് അല്ലാഹ് കബൂലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ ത്വായിഫ് എന്ന് പറയുന്ന പ്രദേശം വേറെ എവിടെയോ ആണ് അല്ലാഹു തആല സംവിധാനിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഈ പ്രദേശത്തെ മൊത്തത്തിൽ വാരിയെടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കഅബാലയത്തെ തവാഫ് ചെയ്ത് ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് മക്കയുടെ അടുത്തുള്ള പ്രദേശത്ത് കൊണ്ടുവന്ന് സംവിധാനിക്കാൻ പറയുകയും അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ് ഈ മണ്ണിനെ വേറെ എവിടുന്നോ വാരിക്കൊണ്ടുവന്ന് കഅബാലയത്തെ തവാഫ് ചെയ്ത് അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് സ്ഥിരപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ത്വായിഫ്, തവാഫ് ചെയ്ത ഭൂമി എന്നുള്ള നിലക്ക്, കഅബാലയത്തെ തവാഫ് ചെയ്ത ഭൂമി എന്നുള്ള നിലക്ക് ഈ മണ്ണിനെ ത്വായിഫ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് ചരിത്ര കിതാബുകളിൽ വളരെ വ്യക്തമായി രേഖപ്പെട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ത്വായിഫ് കൃഷികളെ കൊണ്ടും പ്രകൃതി രമണീയമായ മനോഹാരിതയെ കൊണ്ടും സമ്പന്നമാണ്. ഒരു ഊട്ടി ക്ലൈമറ്റ് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ ത്വായിഫ്. ഏത് ചൂട് കാലത്തും ത്വായിഫ് ചെറിയൊരു തണുപ്പുണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അറബികളൊക്കെ സുഖവാസ കേന്ദ്രമായി കാണുന്ന ഒരു സ്ഥലവും കൂടിയാണ് ത്വായിഫ്. നമ്മൾ ത്വായിഫിൽ എത്തിയിട്ടുണ്ട്. മസ്ജിദ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു മറവിട്ട് കിടക്കുന്ന പള്ളിയുടെ ചാരത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മൾ ഇറങ്ങിയിട്ട് വുളൂ എടുക്കുക, 2 റക്അത്ത് ദുഹാ നിസ്കരിക്കുക. ഇൻഷാ അല്ലാഹ് അതിനുശേഷം അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഷരീഫിൽ വന്ന് നമുക്ക് സിയാറത്ത് ചെയ്യാം.